ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ എല്ലാ TV സൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി ശ്രുതിയും കൊണ്ട് വരുന്നത് കാര്യം പറഞ്ഞ് എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ തൊട്ട് ഉറക്കം ഉളയ്ക്കുന്നത് എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞു ശ്രുതി കയറിപ്പോയി. ഈ ചേച്ചി എന്താ ഇങ്ങനെ? ശ്രുതിയേട്ടനെയും കൊണ്ട് സച്ചിയേട്ടൻ വരുന്നു എന്ന് പറയുമ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണ്ടല്ലേ, പിന്നെ എന്താ ഇങ്ങനെയെന്ന് വർഷം നേരം ചോദിച്ചു. അപ്പം എല്ലാവർക്കും മൊത്തത്തിലൊരു സംശയം. എല്ലാവരും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അവള് സന്തോഷിച്ചാൽ എന്താ, സന്തോഷിച്ചില്ലെങ്കിൽ എന്താ? നമ്മുടെ കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ എന്നും അച്ചമ്മ പറയുവാണ്. സമാധാനമായെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സമാധാനപ്പെട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ഫോൺ എടുത്ത് മുറി ചെന്നിട്ട് ആൻ്റണിയെ വിളിക്കുകയാണ് ശ്രുതി. അപ്പോൾ ഇനി ശ്രുതിയെ ആൻ്റണി അന്വേഷിക്കേണ്ട, സച്ചി തന്നെ ശ്രുതിയെ കണ്ടെത്തിയിട്ടുണ്ട്, അവരുടനെ ഇങ്ങ് എത്തും എന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് അറിയത്തില്ല, ഓരോന്നോർത്താകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് ശേന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എൻ്റെ ദൈവമേ, കാരണം എന്താണെന്ന് ഇപ്പം തന്നെ സച്ചി അറിഞ്ഞു കാണുമായിരിക്കണം. ആ കാര്യം ആരെയും അറിയിക്കാതെ ആ കാശ് കൊണ്ടാണ് ശ്രുതി ഷോറൂം തുടങ്ങിയതെന്ന് എല്ലാവരും അറിയുമല്ലോ ദൈവമേ, അതോടെ എല്ലാം തീരുമെന്നൊക്കെ ശ്രുതി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറയുവാണ്, മനസ്സിൽ പറയുക. ആ സമയത്താണ് വർഷ ഇറങ്ങി വരുന്നതും ശ്രുതിയുടെ ഈ കള്ളക്കളി ശ്രദ്ധിക്കുന്നതും. അപ്പം ശ്രുതിയുടെ കള്ളക്കളി മൊത്തം വർഷ കണ്ടുപിടിച്ചു, കൈയോടെ പൊക്കുകയും ചെയ്തു. എന്നിട്ട് നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു കേട്ടോ. ശ്രുതി ചേച്ചി. അപ്പം ഒന്ന് ഞെട്ടി ശ്രുതി. ചേച്ചി എന്താ ഇങ്ങനെ പേടിച്ചതുപോലെ ഇരിക്കുന്നേ? ടെൻഷനൊക്കെ തീർന്നില്ലേ? പിന്നെന്താ, ശ്രുതിയേട്ടനെ സച്ചേട്ടൻ കണ്ടെത്തിയല്ലോ. അത് പിന്നെ എനിക്ക് ടെൻഷനൊന്നും ഇല്ല വർഷേ, അത് നിനക്ക് വെറുതെ തോന്നുന്നതാണെന്ന് പറയുമ്പോൾ തോന്നലൊന്നും അല്ല, ചേച്ചിയുടെ മുഖത്ത് ശരിക്കും ടെൻഷനുണ്ടെന്ന് എനിക്ക് കണ്ടാൽ മനസ്സിലാകുമെന്ന് വർഷ അന്നേരം പറഞ്ഞു. ഇവിടെ എല്ലാവരും സന്തോഷത്തോടെ അവർ കാത്തിരിക്കുമ്പോൾ ചേച്ചി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് വിഷമമുണ്ടെന്ന് ആരാ പറഞ്ഞേ? സുധിയെ കാണാതായ ട്രോമയിൽ നിന്ന് എനിക്ക് ഇതുവരെ ആ ഒരു റിലീഫ് കിട്ടിയിട്ടില്ല, അതാ എന്നും പറഞ്ഞുകൊണ്ട് തുള്ളി ചാടിക്കൊണ്ട് ഇവളങ്ങ് പോയി. എന്നും പറഞ്ഞുകൊണ്ട് വർഷം അവിടെ നിൽക്കുക. തൊട്ടടുത്ത നിമിഷം സുധിയും സച്ചിയും കൂടെ വീട്ടിൽ വന്നു. സുധിക്ക് വീട്ടിലേക്ക് ഇറങ്ങാൻ പോലും പേടി. സച്ചി ഇവനെ അടിമുടി ശ്രദ്ധിക്കുക. എന്നാടാ എന്ന് സച്ചി സുധിയോട് ചോദിച്ചു. സുധി അന്നേരം ഇങ്ങനെ മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ ഇരിക്കും കേട്ടോ. പതുക്കെ സീറ്റ് ബെൽറ്റൊക്കെ അഴിക്കുന്നു, ഇറങ്ങി നടക്കുന്ന വീട്ടിലേക്ക് കയറാൻ മടിച്ച് തിരിഞ്ഞു നിൽക്കുന്നു. സച്ചി ഇതൊക്കെ കണ്ടിട്ട് ഇവനെ വന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. എന്താടാ നീ വീട്ടിൽ കയറുന്നില്ലേ എന്ന് ചോദിച്ചു സച്ചി. അത് ഇന്ന് പോണോടാ. എവിടേക്ക് പോകണമെന്ന്? അല്ല, വീട്ടിലേക്ക് പോകണമെന്ന്. വീടിൻ്റെ മുറ്റത്തല്ല നിൽക്കുന്നതെന്ന് സച്ചി അന്നേരം ശ്രുതിയോട് ചോദിച്ചു. അല്ല, ഇന്നിപ്പോൾ വീട്ടിൽ കയറാതെ നമുക്ക് പുറത്ത് ഹോട്ടലിൽ റൂം എടുത്താലോ? എന്നാത്തിന്? അത് പിന്നെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടേ. എന്നും ഈ വീട്ടിൽ തന്നെയല്ലേ കിടക്കുന്നത്? നിന്റെ റൂമിൻ്റെ കാശും കൂടി ഞാൻ കൊടുത്തോളാമെന്ന് ശ്രുതി പറയുമ്പം നിന്റെ ചിലവിൽ ഞാൻ കിടക്കാനോ? നല്ല കാര്യം, എനിക്ക് നല്ല അന്തസ്സായ ടെറസുണ്ടടാ, വന്നേക്കണമെന്ന് പറഞ്ഞു സച്ചി അന്നേരം ശ്രുതിയെ കളിയാക്കുക. നീ ഇപ്പം അകത്തേക്ക് പോകുന്നോ അതോ അച്ഛനെയും അച്ഛമ്മയും വിളിച്ചിട്ട് അടിച്ചകത്തേക്ക് കയറ്റണോടാ? അയ്യോ വേണ്ട വേണ്ട, ഞാൻ പൊക്കോളാവേ. മര്യാദയ്ക്ക് കയറി പോടാ. ചെന്ന് കയറുന്ന അവർക്ക് ടെൻഷൻ അടിക്കണ്ട, ടെൻഷനും കൊടുക്കണ്ട, നല്ല ഡീസൻ്റ് ആയിട്ടേ കയറി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ സച്ചി അവൻ്റെ ഷർട്ടിൻ്റെ കൈയൊക്കെ മടക്കി വെച്ച് സെറ്റപ്പാക്കി കയറ്റിക്കൊണ്ട് പോവുക. അപ്പോഴേക്ക് സച്ചി കയറി ചെന്നപ്പോഴും പേടിച്ച് കുറച്ച് പുറത്ത് വെക്കുക. അപ്പോൾ പിടിച്ച് വലിച്ച് അകത്തേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് ജീവനോടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ സമയത്ത് ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ഇവന് ഇതുപോലെ ഇങ്ങനെ കിട്ടത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. എടാ മോനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് അച്ഛമ്മ. അപ്പം നീ എവിടെയായിരുന്നടാ എന്ന് അച്ഛൻ ചോദിച്ചു. അന്നേരം അച്ഛാ, അത് വീട്ടിലുള്ളവരെ ഇങ്ങനെ ആദ്യ പിടിപ്പിക്കാൻ നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു എന്ന്. അപ്പോൾ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അച്ഛനാണെങ്കിൽ ശ്രുതിയെ കെട്ടി അങ്ങ് പിടിച്ചു. എന്നിട്ട് ഭയങ്കര കരച്ചില്ല. അപ്പോഴത്തേക്ക് ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ആ സമയത്ത് ശ്രുതിയുടെ മുഖത്തെ ആ ഒരു ചിരിയൊക്കെ കണ്ടപ്പോഴത്തേക്കും അയ്യോ, ചേട്ടൻ ഓടിച്ചെന്ന് ശ്രുതിയെ കെട്ടിപ്പിടിക്കുക. ശ്രുതി എന്നും പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. നീ കരയാതെ ഞാൻ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. അത് കണ്ടപ്പോൾ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും സന്തോഷമായി. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, വന്നതല്ല, രക്ഷപ്പെടുത്തി കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് സച്ചി പറയുവാണ്. അപ്പോഴേക്കും ആരാ മോനെ നിന്നോട് ഇത് ചെയ്തത് എന്ന് അച്ഛമ്മ ചോദിച്ചു കേട്ടോ. രണ്ടെണ്ണത്തിനും കള്ളലക്ഷണോ? അല്ല, സുധിയേട്ടനെ തട്ടിക്കൊണ്ട് പോയത് ആരാണെന്ന് ശ്രീകാന്തും ചോദിച്ചു. അന്നേരം ഇവർക്ക് രണ്ടുപേർക്കും പേടി, പറയാൻ ഉത്തരങ്ങളൊന്നുമില്ല. എന്തിനാടാ നിന്നെ അവർ തട്ടിക്കൊണ്ട് പോയത്, കാര്യം പറയടാന്ന് അച്ഛനും പറഞ്ഞു. ചോദിച്ചത് കേട്ടില്ലേ, പറയടാ, ആരാടാ നിന്നെ തട്ടിക്കൊണ്ട് പോയത്, എന്തിനാ നിന്നെ തട്ടിക്കൊണ്ട് പോയതെന്നൊക്കെ പറയാൻ പറഞ്ഞു. അത് ഞാൻ പറയണമെന്ന് സച്ചി അന്നേരം ചോദിച്ചു. അപ്പോൾ സച്ചി ഞങ്ങളുടെ കള്ളത്തരം അറിഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എൻ്റെ ദൈവമേ എന്നൊക്കെ പറയുമ്പം സച്ചി എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല എന്ന് ശ്രുതി പറയാം. അപ്പം നീ എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് അച്ഛൻ ചോദിച്ചു. ശ്രുതിയാകെ പേടിച്ചിരിക്കുക, പറയാനുള്ളതൊക്കെ പിന്നെ പറയാം, ഇപ്പോൾ ശ്രുതി ഒന്ന് റിലാക്സ് ചെയ്യട്ടെ എന്ന് ശ്രുതി പറഞ്ഞു. വാ ശ്രുതി വാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി വലിച്ചുകൊണ്ട് പോകും. എടാ നീ എങ്ങോട്ട് പോവാ, നിൽക്കണം അവിടെ എന്ന് പറഞ്ഞ് സച്ചി പിടിച്ച് ഇങ്ങോട്ട് വലിച്ചു. ശ്രുതി പിടിച്ച് അങ്ങോട്ട് വലിക്കുന്നു. സച്ചി പിടിച്ച് വലിച്ച് അവിടെ കൊണ്ടിരുത്തി. നീ എന്തിനാ ശ്രുതിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഉപദ്രവിക്കാനോ, ഇദ്ദേഹം ഇപ്പോൾ ജീവനോട് ഇരിക്കുന്നതിന് സച്ചേട്ടൻ കാരണമല്ലേ എന്ന് രേവതി ചോദിച്ചു. നീ എന്തിനാ അവനോട് ദേഷ്യം കാണിക്കുന്നത്, നന്ദി പറഞ്ഞ് നീ സച്ചിയെ തൊഴുകയിലടി വേണ്ടതെന്ന് അച്ഛമ്മ ചോദിച്ചു. അപ്പം നന്ദിയൊന്നും എന്നോട് പറയണ്ട അച്ഛമ്മ, ഇവരുടെ കെട്ടിയോനല്ല എൻ്റെ ചേട്ടനെ എന്നെ രക്ഷിച്ചുകൊണ്ട് വന്നതെന്ന് സച്ചി അന്നേരം അവിടെ നിന്ന് പറഞ്ഞു. ശ്രുതി അന്നേരം സച്ചിയെ ഇങ്ങനെ നോക്കുക കേട്ടോ.
അന്നേരം ശ്രുതിക്ക് മിണ്ടാട്ടമില്ല. ശ്രുതി നാണം കെട്ടുപോയി. ശ്രുതി ഇങ്ങനെ നാണം കെട്ടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അന്നേരം എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോയത് എന്തിനാണോന്ന് അറിഞ്ഞാലേ ഇവനെ പിടിച്ച അവരെ തന്നെ ഏൽപ്പിക്കാനായിട്ട് പറയുന്ന കാര്യം സച്ചി പറയുക. അപ്പോഴും ശ്രുതി ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുക. ശ്രുതിക്ക് ഭയങ്കര കലിപ്പ് സച്ചിയോട്. ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക ശ്രുതി. ഇവൻ പറയത്തില്ല, പറയാനുള്ള ധൈര്യമേ ഇവനില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയാമെന്ന് സച്ചി. ഒരു 50 ലക്ഷം രൂപയാണ് വിഷയം എന്ന കാര്യം സച്ചി പറയുമ്പോഴത്തേനും കണ്ണു ഉന്തിപ്പിടിച്ച് കെട്ടിയവനും കെട്ടിയവളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. മൊത്തം പാളി പൊളിഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും കൂടെ തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. 50 ലക്ഷം രൂപ സുധിയേട്ടൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിയായിരുന്നോ? അതിനാണ് തട്ടിക്കൊണ്ട് പോയതെന്ന് ചോദിക്കും. 50 ലക്ഷം രൂപയോ? അപ്പോൾ കടം വാങ്ങിയതൊന്നുമല്ല, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം തട്ടിയെടുത്തില്ലേ, അത് വലിയ വിഷയമൊന്നും ആക്കണ്ട. അപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്രുതിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടി ആ കാശ് അങ്കിള് കൊടുത്തതാണെന്നും അല്ല ശ്രുതി എന്നൊക്കെ ശ്രുതി പറഞ്ഞു കേട്ടോ. അതെ അതെ സച്ചി, നീ ഇതൊരു വിഷയമാക്കല്ലേ എന്ന് ശ്രുതി പറയുമ്പോൾ നീ അവിടെ ഇരിക്കടാന്ന് പറഞ്ഞ് സച്ചി പിടിച്ച് വീണ്ടു അവനെ അങ്ങേരുത്തി. അപ്പം ഇവൻ എന്തൊക്കെയാ പറയുന്നേ എന്ന് അച്ഛമ്മ ഇങ്ങനെ അന്നേരം ചോദിച്ചു കേട്ടോ. ശ്രുതിയും പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ അറിയാത്ത വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം വേറെന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല, അച്ഛൻ്റെ കാശ് ഞാൻ തിരികെ കൊടുക്കും എന്ന് ശ്രുതി പറയുമ്പം അച്ഛൻ്റെ കാശും തട്ടിക്കൊണ്ട് പോയവരും തമ്മിൽ എന്താണ് ബന്ധമെന്ന് സച്ചി ചോദിക്കുമ്പം ബന്ധമില്ലേ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോഴേക്കും ബന്ധമില്ലേ എന്ന് ശ്രുതി. ബന്ധം ഉണ്ടോടാന്ന് സച്ചി ചോദിക്കുമ്പം ഇല്ല, ബന്ധമൊന്നും ഇല്ല. അപ്പോഴാണ് ഇവർക്കൊന്ന് സമാധാനമായത്. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ആ വിഷയം നിങ്ങൾ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടതെന്ന് രേവതി ചോദിച്ചു. അപ്പോൾ അത് സച്ചിയല്ലേ എടുത്തിട്ടതെന്ന് ചോദിച്ചു ശ്രുതി. ഇവൻ പറയുന്നത് മുഴുമിപ്പിക്കാൻ വിടാതെ നിങ്ങൾ രണ്ടുപേരും ഇടയിൽ കയറി സംസാരിച്ചാൽ എങ്ങനെയാ? അവൻ പറയട്ടെ, സച്ചി എന്തിനാ ഇവനെ തട്ടിക്കൊണ്ട് പോയത് അത് പറയാൻ പറഞ്ഞു അച്ഛാ. ഇവൻ അച്ഛനിൽ നിന്ന് 50 ലക്ഷം രൂപ തട്ടിയെടുത്തല്ലോ, അതും പോരാഞ്ഞിട്ട് ഒരു സ്ത്രീയിൽ നിന്നും 50 ലക്ഷം രൂപ ഇവൻ കടം വാങ്ങിയിട്ടുണ്ടെന്നാണെന്നുള്ള കാര്യം സച്ചി പറയാം. അപ്പോഴേക്കും അയ്യോ നെടുവീർപ്പൊക്കെ ഇട്ട് രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കുക. അത് ഇതുവരെ അവൻ തിരിച്ചു കൊടുത്തിട്ടില്ല. ആ സ്ത്രീയാണ് ഇവനെ തട്ടിക്കൊണ്ട് പോയതിൻ്റെ പിന്നിലെന്ന് പറയുമ്പോഴത്തേക്കും എടാ ശ്രുതി, എന്തൊക്കെയാടാ ഈ കേൾക്കുന്നേ? നീ എന്താടാ ഇങ്ങനെ തുടങ്ങുന്നതെന്ന് ചോദിച്ചു. എന്തിനാടാ നീ ഇത്രയും വലിയ തുകയൊക്കെ കടം വാങ്ങിയെന്ന് അച്ഛമ്മ ചോദിച്ചു. ആ കാശ് നീ എന്താടാ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല, ഏത് സ്ത്രീയുടെ കയ്യിൽ നിന്നാണ് കടം വാങ്ങിച്ചത്? അത് 50 ലക്ഷം രൂപയൊക്കെ ഒരു ഈട് നൽകാതെ ആരെങ്കിലും കടം കൊടുക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പം ഇവർ തമ്മിൽ അടുത്ത ബന്ധം കാണുമായിരിക്കും, ഫ്രണ്ട്സ് വല്ലതും ആയിരിക്കും എന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പം എടാ സച്ചിൻ നടന്ന കാര്യം പറയാൻ പറഞ്ഞു അച്ഛൻ. ഒരു ഗുണ്ടാ സംഘത്തിന് ആ സ്ത്രീ കൊട്ടേഷൻ കൊടുത്തതാണെന്നുള്ള കാര്യം സച്ചി പറഞ്ഞു. അതുപോലെ ആ പാർക്കിൽ വെച്ചിട്ടാണ് 3 പേരടങ്ങുന്നത് ഗുണ്ടാസംഘം ഇവനെ തട്ടിക്കൊണ്ട് പോയ കാറിൻ്റെ അടയാളം വെച്ച് ഞാൻ ഡ്രൈവർമാരുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയച്ചുവെന്നും ഞാൻ പറഞ്ഞിരുന്ന കാറ് ഒരു ബാറിൻ്റെ മുന്നിൽ വെച്ച് മഹേഷിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെന്നും പിന്നെ അവൻ വിളിച്ച് പറഞ്ഞ പ്രകാരമാണ് ഞാൻ അവിടെ ചെന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. ഇതൊക്കെ കേട്ട് ഇവരിങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ആ ഒരു സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം സച്ചി ഇവരോട് വൺ ബൈ വൺ ആയിട്ട് പറയുക. അപ്പോൾ അതാണ് സംഭവം എന്ന് പറഞ്ഞു. അവന്മാർ വിചാരിച്ചത് എന്നെയും കൂടെ അവിടെ പൂട്ടിയിടാന്ന്, അതുകൊണ്ട് അവന്മാർ രക്ഷപ്പെടാൻ നോക്കാതെ എന്നെയും കൂട്ടി അവന്മാർ താവളത്തിലേക്ക് പോയത്. പക്ഷെ അവിടെ ചെന്ന് അങ്ങനെയൊക്കെ സംഭവിക്കുന്ന അവന്മാരൊട്ടും കരുതിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സച്ചി എല്ലാം പറയുവാണ്. സച്ചി പറയുന്നതൊക്കെ കേട്ട് ശ്രുതി പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുക. നീ അച്ഛമ്മയുടെ അഭിമാനമാണിടാ, അഭിമാനം എന്നും പറഞ്ഞ് അച്ഛമ്മ സച്ചിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു. മോനെ എന്നും പറഞ്ഞ് വിളിച്ച്. ആ സമയത്ത് ശ്രുതിക്കും ഭയങ്കര ദേഷ്യം. പക്ഷെ ശ്രീകാന്തും വർഷയൊക്കെ ഭയങ്കര ഹാപ്പി ആട്ടോ സച്ചിയുടെ ആ ഒരു കഴിവ് കേട്ടിട്ട്. കണ്ടോടാ രവി, എൻ്റെ മോൻ ഒറ്റയ്ക്ക് ചെന്ന് ഇവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് കണ്ടോടാ എന്നൊക്കെ ചോദിക്കുകയാണ് അച്ഛമ്മ. ഇപ്പം നിന്റെ കെട്ടിയോള് ചന്ദ്രമതി ഇവിടെ വേണമായിരുന്നു, ഇവനെ നിലത്തും അവനെ തലയിലും അല്ലായിരുന്നു അവൾ വെച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കാം. നിന്നെ വിളിക്കുമല്ലോ, അപ്പം നീ പറഞ്ഞോളണം കേട്ടോ രവി. അവൾ വളർത്തിയതിൻ്റെ ഗുണവും ഞാൻ വളർത്തിയതിൻ്റെ ഗുണവും എന്താണെന്നുള്ളതെന്ന് അച്ഛമ്മ ഇങ്ങനെ രവിയോട് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ കലി പിടിച്ച് അച്ഛമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് നമ്മുടെ അച്ഛൻ നേരെ സച്ചിയുടെ അടുത്ത് ചെന്നിട്ട് മോനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു. മോനെ ഭയങ്കരമായിട്ട് അങ്ങ് ചേർത്ത് പിടിക്കാതെ, അത് സച്ചി ഇതൊന്നും ശ്രുതിക്കങ്ങ് പിടിക്കുന്നില്ല. ശ്രുതി ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ദിവസം നല്ല മനോഹരമായി അവസാനിപ്പിച്ചു നമ്മുടെ ശ്രുതി. അപ്പോൾ ശ്രുതിയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നത് അച്ഛമ്മ കണ്ടു. നീ എന്താടി ഒന്നും പറയാത്തതെന്ന് ശ്രുതിയോട് അച്ഛമ്മ പറയുമ്പം സന്തോഷമായി, സച്ചിയെ സമ്മതിച്ചിരിക്കുന്നു എന്ന് ശ്രുതി ഇങ്ങനെ പറയുവാണ്. അതും സൈഡിലേക്ക് നോക്കി മുഖമൊക്കെ വലിച്ചു പിടിച്ചാ പറയുന്നത്. അച്ഛമ്മയ്ക്കും ഒക്കെ അത് മനസ്സിലായി. അപ്പം എന്താണോ നിനക്കൊന്നും പറയുന്നതിനില്ലേ എന്ന് രവിയേട്ടൻ ശ്രുതിയോട് ചോദിച്ചു. ഇപ്പോഴും തട്ടിക്കൊണ്ടുപോയ സ്ത്രീ ഏതാണെന്ന് നീ പറഞ്ഞിട്ടില്ല, എന്താണ് അവരുടെ പേര് എന്ന് ചോദിച്ചു കേട്ടോ അച്ഛൻ. ഇപ്പതേ കിടക്കുന്നു വീണ്ടും. ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നു. ഒരു മേഡം പറഞ്ഞിട്ടാണ് ഞങ്ങൾ തട്ടിക്കൊണ്ട് വന്നതെന്നാണ് അവരെന്നോട് പറഞ്ഞത്, പേരൊന്നും പറഞ്ഞില്ല എന്നും. ഇവൻ കടം വാങ്ങി 50 ലക്ഷം രൂപ തിരിച്ചു വാങ്ങിക്കാനാ തട്ടിക്കൊണ്ട് വന്നതെന്നും പറഞ്ഞു. ആ സ്ത്രീയുടെ പേരെന്താണെന്നൊന്നും അവർ പറഞ്ഞില്ല. ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ലെന്നാണ് പറഞ്ഞതെന്ന കാര്യം പറഞ്ഞു. അപ്പം നീലിമയാണ് എന്നെ തട്ടിക്കൊണ്ട് പോയതെന്ന് ഇവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് ശ്രുതി മനസ്സിൽ പറഞ്ഞിട്ട്
ശ്രുതിയെ നോക്കുക. ആ സ്ത്രീയുടെ പേര് ഇവനറിയാമല്ലോ. എടാ പറയടാ, ആരാ, എന്താണ് അവരുടെ പേര് പറയാൻ പറഞ്ഞു സച്ചി. അവരെവിടെയാടാ ഉള്ളേ? അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ ശ്രുതിയുടെ നേരെ നോക്കുക എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ വന്നിട്ട് കണ്ണും കലാശവും കാണിക്കുന്നു. അപ്പോഴേക്കും ശ്രുതി എഴുന്നേറ്റിട്ട് അത് അനുപമയെന്നാ അവളുടെ പേര്. ഇങ്ങനെയാടാ നീ ഇത്രയും തുകയൊക്കെ അവളോട് കടം വാങ്ങിയെന്ന് ചോദിച്ചു. ആ കാശ് നീ എന്ത് ചെയ്തടാന്ന് ചോദിക്കുമ്പം അത് പിന്നെ അച്ഛൻ തന്ന 50 ലക്ഷം രൂപയും കൊണ്ട് എന്നെ കബളിപ്പിച്ച് ആ പെണ്ണ് മുങ്ങിയല്ലോ. ജീവിതകാലം മുഴുവനും അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാ അത് ആ കാശ് അച്ഛനെ തിരിച്ചു തരാൻ വേണ്ടിയിട്ടാ ഇപ്പം എന്നെ തട്ടിക്കൊണ്ടുപോയ ഈ അനുപമയോട് ഞാൻ കാശ് കടം ചോദിച്ചതെന്നുള്ള കാര്യം ശ്രുതി പറയുക. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കൂ കേട്ടോ, കള്ള ലക്ഷണത്തിൽ നിൽക്കുന്ന ശ്രുതിയെ. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കിയെന്ന് കേൾക്കുക കഥ. അതും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിരുന്നു, അവനാ എനിക്ക് അനുപമയെ പരിചയപ്പെടുത്തി തന്നതെന്നുള്ള കാര്യമൊക്കെ പറയുവാണ്. അപ്പോൾ കെട്ടുകഥകൾ ഇങ്ങനെ ഇറക്കുക. അല്ല, സുഹൃത്ത് പറഞ്ഞതിൻ്റെ ബലത്തിൽ അവളെനിക്ക് 50 ലക്ഷം രൂപ കടം തരാമെന്ന് പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഞാൻ ആ കാശിന് മാസാമാസം പലിശ കൊടുത്താൽ മതിയല്ലോ എന്ന കാര്യങ്ങളൊക്കെ ശ്രുതി ഇങ്ങനെ പറയും കേട്ടോ. 1 വർഷത്തിന് ശേഷം കാശ് ഞാൻ തിരിച്ചു കൊടുക്കണം എന്നായിരുന്നു അവരുടെ എഗ്രിമെൻറ്റ്. അക്കാര്യം ഒരു പേപ്പറിൽ എഴുതി ഞാൻ ഒപ്പിട്ടും കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കഥ അങ്ങനെ എഴുതുക. ശ്രുതി പോലും ഞെട്ടിപ്പോയി. 2 പേരും സാക്ഷികളായിട്ടും ഒപ്പിട്ടായിരുന്നു എന്നും പറഞ്ഞു. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഇവിടെ പറയുവാണ്. ഞാൻ ഗ്യാരണ്ടി ആയിട്ട് ഒപ്പിട്ട ഒരു ചെക്ക് ലീഫും നൽകിയായിരുന്നു, പക്ഷേ അവൾ എനിക്ക് 50 ലക്ഷം രൂപ തന്നില്ല എന്നുള്ള കാര്യം ഇങ്ങനെ ശ്രുതി പറയുക. ഞാൻ ചോദിച്ചിട്ടും ഞാൻ കൊടുത്ത ചെക്ക് ലീഫും ഞാൻ എഴുതി കൊടുത്ത പേപ്പറും അവൾ എനിക്ക് തിരിച്ചു തന്നില്ല എന്നുള്ള കാര്യങ്ങളും ശ്രുതി പറയുക. അച്ഛാ, അനുപമ ഒരു ഫ്രോഡായിരുന്നു അച്ഛാ. കാശ് നിനക്ക് കടം തന്നതിന് തെളിവുണ്ട്. ഞാൻ അതുമായിട്ട് കോടതിയിൽ പോകും. നീ എനിക്ക് 50 ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞ് അവൾ എന്നെ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ ശ്രുതി പറയുക. കാശിനായിട്ട് അവളെൻ്റെ പിറകെ തന്നെ നടക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ കഥ തന്നെ ഉണ്ടാക്കുവാണ്. ഭാഗ്യത്തിന് ഒരു മയക്കുമരുന്ന് കേസിൽപ്പെട്ട് അവൾ ജയിലിൽ പോയി. പിന്നെ ഈ അടുത്ത അവൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി തട്ടി വിടുക കേട്ടോ. അയ്യോ. അപ്പോൾ ഇപ്പോൾ വീണ്ടും അവൾ എന്നോട് കാശ് ആവശ്യപ്പെട്ടിരിക്കുക. ഞാൻ തരില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തി കാശ് തട്ടാനാ എന്നെ തട്ടിക്കൊണ്ട് പോയതെന്നുള്ള കാര്യമൊക്കെ ശ്രുതി പറയുമ്പം ഈ പറഞ്ഞതൊന്നും സത്യമാണെന്ന് തോന്നുന്നില്ല അച്ഛാ എന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു. അയ്യോ, സത്യം തന്നെയാണ്, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ഞാനെന്തിനാ അച്ഛാ വെറുതെ കള്ളം പറയുന്നത്? ആ ഗുണ്ടകൾ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി പറയുമ്പം ഗുണ്ടകൾ അങ്ങനെയല്ലേ പറയത്തുള്ളൂ എന്ന് ശ്രുതിയേക്കാൾ ഗുണ്ടകളെയാണ് നിനക്ക് വിശ്വാസം എന്ന് ശ്രുതി സച്ചിയോട് ചോദിക്കുമ്പം അതേന്ന് പറഞ്ഞു സച്ചി. എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ നിൽക്കുക. സത്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ പറയുന്നത് സത്യമാണ്. പെണ്ണിനെ വെറുതെ വിടരുത്, അവൾക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കണമെന്നും ഇത്തരം ആളുകൾ പുറത്ത് കിടന്ന് വിലസരുത്, അത് തന്നെ കിടക്കണമെന്ന് രവിയേട്ടൻ പറയാം. അന്നേരം ഏട്ടാ അവർ ഇത് വീണ്ടും ആവർത്തിക്കും, അതുകൊണ്ട് അവർക്കെതിരെ കേസ് എടുക്കണം ഏട്ടാ എന്ന് ശ്രീകാന്ത് പറയുമ്പം നോക്കാം അച്ഛാ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, നിൽക്കാൻ പോലും വയ്യ അച്ഛാ, ഞാൻ പോയി കുറച്ച് നേരം ഒന്ന് കിടന്നോട്ടെ എന്ന് ചോദിച്ചു. ശരി പോയി കിടന്നോളാൻ പറഞ്ഞു. ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതി വിളിച്ചുകൊണ്ട് പോവുക. 2 എണ്ണങ്ങളും കൂടെ അവിടെ നിന്ന് ഇറങ്ങി ഓടി മുറിയിലേക്ക്. ആ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോടാ പെണ്ണുങ്ങൾ, ഇവളെയൊക്കെ എന്താ വേണ്ടതെന്ന് അറിയാമോ എന്ന് ചോദിച്ചാൽ അച്ഛമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. പക്ഷെ സച്ചിക്കറിയത് നുണയാണെന്ന്. അപ്പോൾ ശ്രുതിയും അവളുടെ ഭർത്താവും എന്തൊക്കെയോ മറച്ചു വെക്കുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് രേവതി നേരത്തേനെ മുറി ചെന്ന് കഴിഞ്ഞ് സച്ചിയോട് പറഞ്ഞു. സച്ചിയാണ് അതങ്ങനെ തോന്നിയോന്ന് രേവതി സച്ചിയോട് ചോദിക്കുമ്പം എനിക്ക് 2 പേരുടെയും പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുണ്ട്. അവൻ പറഞ്ഞ കഥയൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്ന് സച്ചി പറയുമ്പോൾ രേവതിയും പറഞ്ഞു ഞാനും അത് വിശ്വസിച്ചിട്ടില്ല എന്ന്. എന്തായാലും കൂടുതൽ കാലം അത് മൂടിവെക്കാൻ അവരെ കൊണ്ട് കഴിയത്തില്ലല്ലോ, ഒരു നാളത് പുറത്തു വരിക തന്നെ ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സച്ചി രേവതിയോട് പറയാം. അങ്ങനെ അവർ 2 പേരും കൂടി ഇക്കാര്യവും പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഗുണ്ടകൾ ആ സ്ഥലത്തേക്ക് വരിക. ഭാഗ്യം തോക്കവൻ കൊണ്ടുപോയില്ല എന്നും പറഞ്ഞു. ഇനി ഇതുകൊണ്ട് എന്താ കാര്യം, അതുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കും, മേടത് അറിയുമ്പോഴേ ഈ തോക്കൊണ്ട് നമ്മളെവിടെ വെച്ച് കൊല്ലുമെന്ന് യുവമാർ പരസ്പരം പറയാം. അപ്പോൾ അത് നീ പറഞ്ഞാൽ ശരിയാന്ന് പറഞ്ഞ് യുവമാർ അവിടെ നിൽക്കുന്നു. പിന്നെ ഇനി മേഡം വരുമ്പോൾ നമ്മൾ എന്നാ പറയും? ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ലേ? ശരിയാ, എന്നാലേ നമുക്ക് നടന്ന കാര്യം മൊത്തം എന്താണെന്ന് വെച്ചാൽ പറയണ്ട. ഒരുത്തം വന്ന് നമ്മൾ 3 പേരെ അടിച്ചൊട്ടിച്ച് ശ്രുതിയെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അത് നാണക്കേടല്ലേ എന്നിങ്ങനെ പറയുക ഇവര്. വേണ്ട രീതിയിൽ ഞാനത് പറഞ്ഞോളാം, നിങ്ങൾ മിണ്ടണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നീലിമ പുറത്ത് പോയിട്ട് വന്നു. നീലിമ നോക്കുമ്പോൾ കസേരയിൽ അവനെ കണ്ടില്ല. നീലിമ ഞെട്ടിപ്പോയി. നീലിമ വന്നിട്ട് ഇവന്മാരോട് ചോദിച്ചു അവനെന്ത് ചെയ്യുന്നു. അപ്പോൾ ശ്രുതിയെ കൊണ്ടുപോയി മേഡം. വാട്ട്? ആര് കൊണ്ടുപോയെന്നോ? എങ്ങോട്ട്? ആരാ കൊണ്ടുപോയത് എന്നൊക്കെ നീലിമ ചോദിക്കുക. നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഉണ്ടായിരുന്നു മേഡം, അവർ 5-6 പേരുണ്ടായിരുന്നു എന്നൊക്കെ പറയുക. എല്ലാവരുടെയും കയ്യിലെ മെഷീൻ ഗണ്ണായിരുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെ ഇയാൾ പറഞ്ഞ് തട്ടിവിടുന്നു. അവർ വന്ന ഉടനെ തന്നെ
തോക്ക് ചൂണ്ടി എൻ്റെ തോക്ക് കൈക്കലാക്കിയെന്നൊക്കെ പറഞ്ഞു നട്ടാക്കുരുക്കാത്ത നുണ ഇയാൾ ഇങ്ങനെ പറയും. ഇവന്മാരൊക്കെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. ഇയാളുടെ നുണ കേട്ടിട്ട് നീലിമ കണ്ണും തള്ളിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കൊന്നു കളയുമെന്ന് പറഞ്ഞപ്പോൾ പിന്മാറിയെന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചപ്പം ഇല്ല പറഞ്ഞിട്ടില്ല മേഡം. അത് ഞങ്ങൾ കൊന്നാലും പറയത്തില്ലല്ലോ എന്ന് ഇവന്മാർ പറയാം നീലിമയോട്. മേഡം എന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും സുധി മേഡത്തിൻ്റെ പേരെന്തായാലും പറയുമല്ലോ, കരുതിയിരുന്നോ മേഡം എന്ന് പറയാം. അപ്പം അവരെ പറഞ്ഞയച്ചത് സുധിയുടെ ഭാര്യ ശ്രുതിയാണെന്നും ഞാൻ അവളെ വിളിച്ചിരുന്നല്ലോ, അവൾക്ക് സൈബർ സെല്ലിൽ ആൾക്കാർ കാണുമെന്നൊക്കെ പറയുവാണ്. അങ്ങനെ തന്ത്രപൂർവം നമ്മുടെ ലൊക്കേഷൻ മനസ്സിലാക്കി സുധിയെ രക്ഷപ്പെടുത്താൻ ആളുകളെ വിട്ടതാണെന്നും പറഞ്ഞ് നീലിമ ഇങ്ങനെ നിൽക്കുക. അവളെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കാശ് കിട്ടിയിട്ടേ ഞാൻ കാനഡയിലേക്ക് ഇനി മടങ്ങുമെന്നും പറഞ്ഞുകൊണ്ട് നീലിമ ഇങ്ങനെ അവിടെ ഇതും പറഞ്ഞ് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണേ. നന്ദി.